മലയാള സിനിമയിലെ പല റെക്കോർഡുകളും അതിവേഗം തകർത്തുകൊണ്ടാണ് ആടുജീവിതം മുന്നേറുന്നത്. ഒരാഴ്ച പിന്നിടുമ്പോൾ ആടുജീവിതം ഇതുവരെ 90 കോടിയിലധികം നേടിക്കഴിഞ്ഞു. അങ്ങനെ 2024 മറ്റൊരു മലയാള സിനിമ കൂടി 100 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിവേഗ 50 കോടി, 75 കോടി എന്നീ റെക്കോർഡുകൾ ഇപ്പോൾ തന്നെ ആടുജീവിതം സ്വന്തമാക്കിയിട്ടുണ്ട്. റിലീസ് ദിനത്തിൽ പോസിറ്റീവ് റിവ്യൂ ചിത്രത്തിന് ലഭിച്ചെങ്കിലും പിന്നീട് സമ്മിശ്ര പ്രതികരണങ്ങളും വന്നിട്ടുണ്ട്. ഒപ്പം നോവലിലെ ഒഴിവാക്കപ്പെട്ട പ്രധാന ഭാഗങ്ങൾ സംബന്ധിച്ചും യഥാർത്ഥ നജീബിന്റെ ജീവിതവും പുസ്തകവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ സംബന്ധിച്ചുമൊക്കെ വിമർശനങ്ങളും വന്നിരുന്നു. ഇതിന് മറുപടിയുമായി ബ്ലസിയും ബെന്യാമിനും പിന്നീട് രംഗത്തെത്തുകയും ചെയ്തു. പക്ഷേ ഈ വിവാദങ്ങളൊന്നും ചിത്രത്തിന്റെ കളക്ഷനെ ബാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത്. മറ്റ് പല സിനിമകളുടെയും കളക്ഷൻ റെക്കോർഡുകളെ ആടുജീവിതം കാറ്റിൽ പറത്തി കഴിഞ്ഞു. ഇക്കൂട്ടത്തിൽ RDX, നേര്, ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ് തുടങ്ങിയ സിനിമകളുണ്ട്. ഇനി മലയാള സിനിമയിലെ കണക്കെടുത്താൽ 5 സിനിമകളാണ് ആടുജീവിതത്തിന് മുകളിലുള്ളത്. മഞ്ഞുമൽ ബോയ്സ്, 2018, പുലിമുരുകൻ, പ്രേമലു, ലൂസിഫർ എന്നീ സിനിമകളാണ് നിലവിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ മലയാള സിനിമകൾ. ഇക്കൂട്ടത്തിൽ 200 കോടി കടന്നിട്ടുള്ളത് മഞ്ഞുമൽ ബോയ്സ് മാത്രമാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ 100 കോടിയോടടുത്ത് നേടിയത് കൊണ്ട് തന്നെ അടുത്ത വീക്കെൻഡ് കളക്ഷൻ കൂടി എത്തുന്നതോടെ ആടുജീവിതം ഈ ലിസ്റ്റിലെ ചിത്രങ്ങളെയും മറികടക്കാൻ സാധ്യതയുണ്ട്. 82 കോടി ബജറ്റിലാണ് ചിത്രം ഒരുക്കിയത്. കോവിഡ് അടക്കമുള്ള കാരണങ്ങളാൽ ചിത്രീകരണം നീണ്ടുപോയതാണ് ബജറ്റ് ഉയരാൻ കാരണമായത്. എന്തായാലും നിലവിൽ ആടുജീവിതം ലാഭം കൊയ്തു കഴിഞ്ഞു. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 4 ദിവസം കൊണ്ട് തന്നെ ചിത്രം 50 കോടി ക്ലബിലെത്തിയിരുന്നു. ഒരാഴ്ചത്തെ കളക്ഷൻ കൊണ്ട് തന്നെ മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയ ചിത്രങ്ങളിൽ 6ാം സ്ഥാനത്ത് ആടുജീവിതം എത്തുകയും ചെയ്തു. ഇപ്പോൾ ആടുജീവിതത്തിൽ നജീബ് എന്ന കഥാപാത്രത്തിനായി ഒരുക്കിയ വിവിധ ഗെറ്റപ്പുകൾ കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. ഒടിയൻ, കുറുപ്പ്, മലൈക്കോട്ടെ വാലിബൻ, ബറോസ് തുടങ്ങിയ സിനിമകളുടെ കോൺസെപ്റ്റ് ആർട്ടിസ്റ്റായ സേതു ശിവാനന്ദൻ ബ്ലസിയുടെ നിർദ്ദേശപ്രകാരം വരച്ച ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സ്കെച്ചുകളിൽ നിന്നാണ് നജീബിന്റെ രൂപങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒപ്പം ആടുജീവിതത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഇന്ദ്രജിത്തിന്റെ പോസ്റ്റും ശ്രദ്ധേയമായി കഴിഞ്ഞു. സ്നേഹത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ക്ഷമയുടെയും ഒക്കെ ഫലമാണ് ആടുജീവിതമെന്ന് ഇന്ദ്രജിത്ത് കുറിച്ചിട്ടുണ്ട്. എഴുതപ്പെട്ട ഒരു ക്ലാസിക് ബിഗ് സ്ക്രീനിലേക്ക് എത്തിക്കുന്നത് എളുപ്പമുള്ള പണിയല്ലെന്നും പുസ്തകങ്ങളോടും സിനിമയോടുമുള്ള ബ്ലസിയുടെ അവസാനമില്ലാത്ത സ്നേഹമാണ് ഇത് സാധ്യമാക്കിയതെന്നും സ്വന്തം കിരീടത്തിലേക്ക് ഏറ്റവും തിളക്കമുള്ള ഒരു തൂവൽ കൂടി ബ്ലസി ചേർത്തിരിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ബെന്യാമിൻ ഇല്ലായിരുന്നെങ്കിൽ നജീബിന്റെ ജീവിതം ഒരുപക്ഷെ ലോകം അറിയുമായിരുന്നില്ല എന്നും നിങ്ങളുടെ തൂലികയിലൂടെ അത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതിന് നന്ദിയെന്നും ഇന്ദ്രജിത്ത് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. കുറിപ്പിന്റെ അവസാന ഭാഗത്താണ് ഇന്ദ്രജിത്ത് പൃഥ്വിരാജിന് അഭിനന്ദനം അറിയിച്ചിരിക്കുന്നത്. രാജുവിനെ കുറിച്ച് എന്തെഴുതണമെന്ന് അറിയില്ലെന്നും ആ താരത്തിളക്കത്തിനപ്പുറത്ത് സ്വതന്ത്രമായും ഉയരത്തിലും പറക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു നടൻ രാജുവിൽ എപ്പോഴും ഉണ്ടായിരുന്നെന്ന് അറിയാമായിരുന്നുവെന്നും അതിനുള്ള അവസരം പക്ഷേ എപ്പോഴും കിട്ടില്ലെന്നും അത്തരമൊന്ന് കിട്ടിയപ്പോൾ രാജു അത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നും ഇന്ദ്രജിത്ത് കുറിക്കുന്നു. ആ കഥാപാത്രത്തിലേക്ക് രാജു ആഴ്ന്നിറങ്ങിയെന്നും നജീബിൽ പൃഥ്വിരാജ് എന്ന വ്യക്തിയെ കണ്ടതേയില്ല, പകരം പൃഥ്വിരാജിലെ നടനെയാണ് കണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒപ്പം റസൂൽ പൂകുട്ടി, AR റഹ്മാൻ, സുനിൽ KS, പ്രശാന്ത് മാധവ്, രഞ്ജിത്ത് അമ്പാടി എന്നിങ്ങനെ ഓരോ മേഖലയിലും മികച്ച വർക്കാണ് ആടുജീവിതമെന്നും മുഴുവൻ ടീമിനും അഭിനന്ദനങ്ങൾ എന്നും എഴുതിയാണ് ഇന്ദ്രജിത്ത് വാക്കുകൾ അവസാനിപ്പിച്ചിരിക്കുന്നത്.